Hi friends, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്, അതായത് എഗ് വിന്ദാലു. ഞാൻ ചിക്കൻ വിന്ദാലു ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സാധാരണ ഈ വിന്ദാലു റെസിപ്പീസ് നമ്മൾ മീറ്റ് കൊണ്ടല്ലേ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കാറ്. ഓക്കെ, ഞാൻ ചിക്കൻ വിന്ദാലു ഓൾറെഡി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിക്കനും മീറ്റും ഒക്കെ കഴിക്കാത്തവർക്ക്, വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു സ്മോൾ ഈസി റെസിപ്പിയാണ് എഗ് വിന്ദാലു. എഗ് വിന്ദാലു ആക്ച്വലി വിന്ദാലു റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പക്ക ട്രൂ ഗോവൻ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ മസാലകളൊന്നും വറക്കത്തില്ല. ഞാൻ ഓൾറെഡി ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് മസാലകളെല്ലാം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, നമുക്ക് കുറച്ച് ഖടാ മസാല, അതായത് റോ മസാലാസുകൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് നല്ലൊരു പൗഡർ ബേസാക്കി എടുക്കണം. ഇവിടെ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ കടുക്, പൊടിക്കാത്ത കടുകാണ് ഇതിൽ മെയിൻ ഇടാറുള്ള വിന്ദാലു റെസിപ്പിയിൽ. ചിലർ എഗ് വിന്ദാലുവിൽ കടുക് ഇടാറില്ല. ഞാൻ വിന്ദാലു ചിക്കൻ വിന്ദാലുവിൽ എന്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നു അതാണ് നമ്മൾ ഇതിലും ഇടാൻ പോകുന്നത്. ഒരു ചെറിയ പീസ് കറുവപ്പട്ട, ഒരു 2 പീസ് അല്ലെ 3 പീസ് ഗ്രാമ്പൂ, അതിൽ കൂടുതലാകരുത്, ഗ്രാമ്പൂവിൻ്റെ സ്മെൽ ഒത്തിരി എടുത്തറിയേണ്ട. ഒരു 2 പീസ് നമ്മളുടെ ഗ്രീൻ കാർഡമം, നമ്മളുടെ ഏലക്കായ, ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇതിൻ്റെ കൂടെ നമുക്കിനി ആഡ് ചെയ്യേണ്ടത് എരിവിനായിട്ടും കളറിനായിട്ടും കശ്മീരി റെഡ് ചില്ലി. ഒരു 3 കശ്മീരി റെഡ് ചില്ലിയാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. ഇത് നമുക്ക് മുളക് മാത്രം വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇടാം, പൊടിച്ചെടുക്കാനുള്ള ഒരു ഈസിനെസ്സിന് വേണ്ടി. പക്ഷേ പച്ച മസാലയാണ് ഇതിന് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 3 കശ്മീരി ചില്ലിയാണ് ഇതിൽ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, അക്കോർഡിംഗ് ടു ദ എഗ്സ് ക്വാണ്ടിറ്റി. നമ്മൾ എത്ര മുട്ട എടുക്കുന്നു അതനുസരിച്ച് ഈ മസാലകളെല്ലാം ഒന്ന് ഇൻഗ്രീഡിയൻസ് കൂട്ടിക്കോളൂ. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ ഒരു കണക്കെന്ന് വെച്ചാൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 എഗ്ഗ്, എത്രയും ആവശ്യമുണ്ടോ മസാല, ഒരു 2-3 എഗ്ഗിന് അത്രയും മസാല ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിത് പൊടിക്കാൻ പറ്റാതാവും. അപ്പം ആദ്യം ഈ ഡ്രൈ മസാല ഒന്ന് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ബാക്കി ഐറ്റംസ് ആഡ് ചെയ്യാം. അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഫൈൻ പേസ്റ്റ് ആവത്തില്ല, അങ്ങ് നല്ല പൗഡർ ആയില്ല, ഒരു ദരദര കുറച്ചൊരു കോഴ്സ്ലിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ബാക്കി നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇച്ചിരി ഏറെ വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഒരു 8-10 പീസ് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഒരു 8-10 പീസ് വെളുത്തുള്ളി ആഡ് ചെയ്തു. ഒരു അല്പം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്തു. ഒരു ജസ്റ്റ് ഒരു 1-2 സ്പൂൺ വെള്ളം ഒന്ന് ആഡ് ചെയ്യുക, ഒരുപാടല്ല, ജസ്റ്റ് ഒരു 1-2 സ്പൂൺ വെള്ളം. അതൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ആവണ്ടേ, അതിന് വേണ്ടി കേട്ടോ. അതുപോലെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വിനെഗറാണ്. നമ്മൾ ഈ ഗോവൻ റെസിപ്പി, ഈ വിന്ദാലു റെസിപ്പീസിലെല്ലാം നമ്മൾ വിനെഗർ ചേർത്താണ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഒരു 1 ടീസ്പൂൺ വിനെഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം പുളി ഒരുപാട് വേണ്ട നമുക്ക്. അങ്ങ് പുളി വേണം ഈ കറിക്ക്. ഒരു പുളിയും എരിവും ചെറിയ മധുരവും ഒക്കെ കൂടെ ചേർന്നൊരു റെസിപ്പിയാണ് വിന്ദാലു റെസിപ്പി. അപ്പോൾ 1 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്തു. ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ആപ്പിൾ സൈഡർ വിനെഗറാണ്. ഓക്കെ, ഇതാണ് ഏറ്റവും ബെസ്റ്റ് വിനെഗർ. സിന്തറ്റിക് വിനെഗർ ഉണ്ടല്ലോ, വെളുത്ത വിനെഗർ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആപ്പിൾ സൈഡർ വിനെഗർ ഇല്ല എന്നുണ്ടെങ്കിൽ. അതല്ലെന്നുണ്ടെങ്കിൽ വിന്ദാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈനും ഗാർലിക്കും കൂടെ ചേർന്നൊരു റെസിപ്പിയാണ്. അപ്പം വൈൻ വിനെഗറുണ്ട്. വൈൻ വിനെഗർ സാധാരണ എല്ലായിടത്തും അവൈലബിൾ അല്ല. അതുകൊണ്ട് വൈൻ വിനെഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വെളുത്ത വിനെഗർ അത് ആഡ് ചെയ്യാം. സിന്തറ്റിക് വിനെഗർ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ആപ്പിൾ സൈഡർ വിനെഗർ യൂസ് ചെയ്യാം. ആപ്പിൾ സൈഡർ വിനെഗറാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വിനെഗർ. ഇത് നമുക്കിനി ഒന്ന് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. 3 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എഗ്ഗ് ബോയിൽ ചെയ്യാനൊന്നും ആരെയും കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ, അറിയാമല്ലോ. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ ഞാൻ ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം എഗ്ഗ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ശകലം നമ്മൾ ഈ അരച്ചെടുത്ത് അരപ്പില്ലേ, അതൊരു അല്പം ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരു 1/2 ടീസ്പൂൺ
വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഒരു അര ടീസ്പൂൺ ജസ്റ്റ്. അതായത് ഈ മസാല ആ പാനിൽ പിടിക്കാതെ നല്ല കരിയാതിരിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒരു അര ടീസ്പൂൺ മസാലയുടെ കൂടെ അര ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ അത് പോകരുത് കേട്ടോ, പതുക്കെ ഇടണം. ഒന്ന് ആ മസാല ഒന്ന് വരണ്ടിയിട്ടാണ് കേട്ടോ. ഒരു സൈഡ് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഒരു സൈഡ് കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് കൂടി ഒന്ന് പതുക്കെ, പൊടിയാതെ വേണം തിരിച്ചിടാൻ. ഒന്ന് ഒരു സൈഡ് കൂടി ഒന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ആ ജസ്റ്റ് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് മസാലയെല്ലാം ഒന്ന് പിടിച്ച് ഇതായിക്കോളും. ഓക്കെ, പതുക്കെ. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനല്ല, ചീനിച്ചട്ടി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ബേസ് കട്ടിയുള്ള പാത്രം യൂസ് ചെയ്യാം. എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വെച്ചു. ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട, ഒരു ലിറ്റിൽ ബിറ്റ് ഉപ്പിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നമുക്ക് ഈ സവാളയൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളുടെ സവാളയുടെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കുക. സവാളയൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക. ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി നമ്മൾ ഇടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. 1 to 2 മിനിറ്റ് ഒന്ന് സോട്ടേ ചെയ്താൽ മതി. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒന്ന് ആഡ് ചെയ്യുക. മിക്സ് ചെയ്യുക. ടൊമാറ്റോ ഇട്ട് കഴിയുമ്പോൾ ഒബ്വിയസ്ലി അത് അടിക്കൊന്നും പിടിക്കത്തില്ല. ടൊമാറ്റോൻ്റെ നനവുണ്ടല്ലോ. അടിക്ക് പിടിക്കുന്നു, കരിഞ്ഞു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരല്പം വെള്ളം ഒന്ന് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പം പാനിൽ അല്ല ചീനിച്ചട്ടിയിൽ പിടിക്കത്തില്ല. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എരിവ് അവനവന് ആവശ്യമുള്ള എരിവ് ചേർക്കുക. ഈ വിന്ദാലു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം നല്ല സ്പൈസിയുമായിരിക്കും. കുറച്ച് ചെറിയ ലിറ്റിൽ ബിറ്റ് സ്വീറ്റ്നെസ്, മധുരം കാണും, കുറച്ച് പുളിപ്പ്. അപ്പോൾ ഇനി ഈ ടൊമാറ്റോ ഒന്ന് നല്ലതുപോലെ വഴണ്ട് വരട്ടെ. ഒരു 3 to 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മളുടെ മസാല ഇവിടെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. എണ്ണ വിട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം സൈഡിൽ എണ്ണ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വഴണ്ട് മസാല ടൊമാറ്റോ എല്ലാം നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ നമ്മൾ വെള്ളം അരച്ച മിക്സിയിൽ തന്നെ വെള്ളം. ഇതങ്ങ് ഒരുപാട് ലൂസായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയല്ല, എന്നാൽ ഒത്തിരി തിക്കുമായിട്ട് ഇരിക്കത്തില്ല. ഇത് ഗ്രേവി ഉള്ളൊരു കറിയാണ് വിന്ദാലു റെസിപ്പി. കുറച്ചുകൂടി വെള്ളം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും കുറച്ചുകൂടെ. ഇതിപ്പം ഇച്ചിരി ഒന്ന് പറ്റി വരുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവി തിക്കാവുമല്ലോ. ഓക്കെ, ഇത്രയും വെള്ളമാണ് ആഡ് ചെയ്തത്. നമുക്കിതിനകത്തോട്ട് ഒരല്പം ഉപ്പ് കൂടിയൊന്ന് ആഡ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്തിട്ട് ഒരു 1 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്താൽ മതി. ഒരുപാട് മധുരമാകരുത് കേട്ടോ, ലിറ്റിൽ ബിറ്റ് മധുരമേ ആകാവൂ. ഇത് കറിയുടെ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മുട്ട അതിലോട്ടങ്ങ് ഉടഞ്ഞു പോകാതെ ഇട്ട് കൊടുക്കുക. പതുക്കെ ഇട്ടുക. ഓക്കെ, എങ്കിലും ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഷൂട്ടൊക്കെ ചെയ്യുമായതുകൊണ്ട് പിന്നെ കാണിക്കാൻ ബുദ്ധിമുട്ടാവും. കഴിക്കാനാണെങ്കിൽ ഉടഞ്ഞു പോയാലും കുഴപ്പമില്ലല്ലേ. അപ്പോൾ നമ്മൾ മുട്ട ഇവിടെ നമ്മൾ ആഡ് ചെയ്യും. ലോ ഫ്ലെയിമിൽ ഒരു 5 to 6 മിനിറ്റ്
ഗ്രേവി ഒന്ന് കുറച്ച് തിക്കാവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ എഗ് വിന്താലു റെഡി ആയിട്ടുണ്ട്. നല്ല കളറാണ് ഇതിന് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഗ്രേവിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇത് വറ്റിച്ചെടുക്കാം. ഒരുപാട് ഗ്രേവി ഇല്ല, ഒരല്പം ഫ്രഷ് കോറിയണ്ടർ ലീവ്സ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കോറിയണ്ടർ ലീവ്സ് ഇടുക ഒന്നും അർജൻ്റല്ല. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എന്ത് നല്ല കളറാണെന്നറിയാമോ കാണാൻ. നമ്മളെന്നും നമ്മളുടെ മുട്ടക്കറികളൊക്കെ അല്ലേ കഴിക്കുക. അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഒരു ചേഞ്ച് ആകാം. എന്നും ഒരേ കറി കഴിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് കുറച്ച് ചേഞ്ചസൊക്കെ ആക്കാമല്ലോ. എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ ഈ എഗ് വിന്താലു കറി ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുവരെ ഇങ്ങനെ നിങ്ങൾ എഗ് വിന്താലു ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഷുവറായിട്ടും ഇഷ്ടപ്പെടും. നല്ല കളറാണ്, നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയ സ്പൈസിനെസ് ഉണ്ട്, ഇച്ചിരി സ്പൈസിയാണ്. അപ്പം സ്പൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ സ്വീറ്റ്നെസ്സും ഉണ്ട്. ഓക്കെ, എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള സ്ട്രെങ്ത്. നിങ്ങൾ വീഡിയോസ് കാണുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും മാത്രമേ എനിക്കൊരു മുന്നോട്ട് ഒരു സ്ട്രെങ്ത്, ഒരു ഹെൽപ്പ് ആവുകയുള്ളൂ. Thank you so much for watching. Hey friends, hope everyone loves today's very easy and simple true Goan recipe, egg Vindaloo. Thank you so much for watching. If you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to press the bell icon to get the notifications. Thank you. Eat healthy, stay healthy. The best combination with egg Vindaloo. നമ്മളുടെ എഗ് വിന്താലുവിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചപ്പാത്തി, മലബാർ പൊറോട്ട, പിന്നെ നമുക്ക് നാന്, വൈറ്റ് റൈസ് ഒക്കെ കഴിക്കാം.